താമസരേഖയില്ലാതെ രാജ്യത്ത് തങ്ങുന്നവരെയാണ് പ്രധാനമായും ഇന്ന് പരിശോധിക്കുന്നത്. ഈ രേഖയില്ലാത്ത ഇന്ത്യക്കാർ വളരെ കുറച്ചു മാത്രമേയുള്ളൂ. സമാധാനപരമായാണ് ഇന്നും പരിശോധന നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി 5000-ഓളം പേർ പരിശോധനാ സംഘത്തിന്റെ പിടിയിലായി എന്നാണ് സുരക്ഷാസേനയുടെ കണക്കുകൾ പറയുന്നത്. ജിദ്ദ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത്. 3900 അനധികൃത താമസക്കാരെയാണ് ഇവിടെ നിന്നും പിടിയിലായത്. തലസ്ഥാന നഗരമായ റിയാദിൽ ഇന്നും കാര്യമായ പരിശോധന ഉണ്ടായില്ല. കിഴക്കൻ മേഖലയിൽ നിന്ന് 379 പേർ പിടിയിലായതായി പോലീസ് അറിയിച്ചു. മദീന, അൽബാഹ, തബൂക്ക്, ജീസിൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് 100-ലധികം നിയമലംഘകരെ പിടികൂടിയിട്ടുണ്ട്. പിടിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ, ബംഗ്ലാദേശ് സ്വദേശികളാണ്. ഫാക്ടറികൾ, ആശുപത്രികൾ, കച്ചവട സ്ഥാപനങ്ങൾ, പച്ചക്കറി മാർക്കറ്റ് എന്നിവിടങ്ങളിൽ തൊഴിൽ വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വാഹന പരിശോധനയും കാര്യമായി തന്നെ നടക്കുന്നു. എന്നാൽ താമസ സ്ഥലങ്ങളിൽ കയറി പരിശോധന നടത്തിയില്ല. പരിശോധന ഭയന്ന് മലയാളികൾ ഉൾപ്പെടെ പുറം ജോലിയിലേർപ്പെടുന്ന പലരും താമസ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നും പുറത്തിറങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ റോഡുകളിലും മറ്റും രാവിലെ മുതൽ തിരക്കൊഴിഞ്ഞ അവസ്ഥയാണ്. ചെറുകിട സ്ഥാപനങ്ങൾ പലതും ഇന്നും അടഞ്ഞു കിടക്കുന്നു. കടകളിൽ വ്യാപാരത്തിൽ നല്ല കുറവുണ്ടായിട്ടുണ്ട്. ആശുപത്രിയിൽ രോഗികളുടെ എണ്ണത്തിലും കുറവുണ്ടായി. ഡ്രൈവർമാർ ജോലിക്ക് വരാത്തതിനാൽ പല സ്കൂളുകളിലും പഠനം മുടങ്ങി. അതേസമയം സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ ഓഫീസുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലെ പരിശോധനയുടെ സ്വഭാവം മനസ്സിലാക്കി പുറത്തിറങ്ങിയാൽ മതിയെന്നാണ് പലരുടെയും തീരുമാനം. റബീഹ് മുഹമ്മദ്, മീഡിയ 1, റിയാദ്.